സ്നേഹം വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കല്യാണം എന്നുള്ളതാണ്. കല്യാണം 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 എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ്. കല്യാണം കഴിക്കണവർക്ക് സന്തോഷം, കല്യാണം കഴിപ്പിച്ചു കൊടുക്കണവർക്ക് സന്തോഷം, കല്യാണം കൂടണവർക്ക് സന്തോഷം, ചുറ്റും കാണുന്നവർക്കും സന്തോഷം. മനസ്സിലായി? നല്ല ചാപ്പാടൊക്കെ കഴിച്ച് പിന്നെ എന്നതാണ്, അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ കുറേ ഉത്തരവാദിത്വങ്ങളും കൂടെ ഉണ്ട്. ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ചുമ്മാ ഓടിപ്പടച്ചുള്ള കല്യാണം അപകടമാണ്. അങ്ങനെയുള്ള തലമുണ്ട്. അതുകൊണ്ട് പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് പ്രശ്നങ്ങൾ കൂടി വരിക. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹത്തിന് വേണ്ടത്ര ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് നടത്തുന്നവർക്കും വേണം, കല്യാണം കഴിക്കണവർക്കും വേണം, കഴിപ്പിക്കുന്നവർക്കും വേണം. ഞാൻ ഓർമ്മിക്കുക, തൈക്കാട്ടുശ്ശേരിയിൽ, ഞാൻ ചേർത്തല അടുത്തുള്ള തൈക്കാട്ടുശ്ശേരി പള്ളി അസ്റ്റേന്തി അച്ഛനായിട്ട് 2 കൊല്ലം സേവനം ചെയ്തു. ആ സമയത്ത് ഒരു ദിവസം എന്നോട് വികാരി അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇന്നൊരു കല്യാണമുണ്ട്, ഒരു മനസ്സമ്മതമുണ്ട്, അച്ഛൻ അങ്ങോട്ട് നടത്തിയേക്കണം, ഞാൻ പോവുകയാണ്, ഒരു സ്ഥലം വരെ പോവുകയെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പൊന്നെ കല്യാണത്തിന് ചെറുക്കനും പെണ്ണും കൂടെ പള്ളിയിൽ വന്ന് മനസ്സമ്മതം നടത്തുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പെണ്ണിനെ കെട്ടാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ചമ്മതാണ്. അപ്പോൾ പുറയുന്നൊരു ചേർത്തി ചമ്മതാന്ന് പറടാന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാ പറയാനാ? ഞാനത് കഴിഞ്ഞിട്ട് അവിടെ ഒല്ലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനത് കഴിഞ്ഞ് മുറിയിൽ വന്നതിന് ശേഷം അപ്പോൾ പെണ്ണിൻ്റെ ഞാൻ നടത്തുന്ന ഞങ്ങളുടെ ഈ ഇടവകയിൽപ്പെട്ടതാണ്. അപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാരോട് ഞാൻ വിളിച്ച്, മോനെ പെണ്ണിൻ്റെ ആങ്ങളയോടൊന്ന് വരാൻ പറഞ്ഞു. ആങ്ങളയോട് അവളും വന്നൊന്നുമില്ല. മനസ്സമ്മതവും കഴിഞ്ഞ് പിന്നെ സ്വർണം കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ കൊച്ചച്ച എന്നാണ് അച്ഛൻ വിളിച്ചു എന്ന് കേട്ടല്ലോ എന്നും പറഞ്ഞു വന്നത്. ഞാൻ ചോദിച്ചു, മോനെ നിൻ്റെ പെങ്ങളെ കെട്ടിച്ചു വിടാനല്ല, നീ അന്വേഷിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയാണ്, ഞാൻ അന്വേഷിച്ചായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാനാകെ ഒരു 10 മിനിറ്റേ കണ്ടുള്ളൂ, പക്ഷേ എനിക്ക് മനസ്സിലായി കുഴപ്പമുണ്ടെന്ന്. നീ ഒന്നുകൂടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അന്വേഷിച്ചേച്ചും വന്നേച്ചും പിറ്റേ ദിവസം എന്നോട് വന്നേച്ചും പറയാണ്, കൊച്ചച്ച കുഴപ്പമായി. എന്നതാ? അവനൊരു മെൻ്റലി റിട്ടാർഡാണ്, ഒരു മാനസിക വളർച്ച പക്വത വരാതെ, അതാണ് ചച്ചച്ച പഠിച്ചത്. പിന്നെ അവസാനം അത് കോംപ്രമൈസിൽ പ്രശ്നങ്ങൾ തീർത്ത് തിരിച്ചു തന്നു. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ പറയും, ഈ മാനസിക രോഗികളായിട്ടുള്ള വ്യക്തികളെ ഒരു പിതാവ്, ഒരു കുടുംബനാഥൻ, ഒരു ഭർത്താവ് ഈ നിലയിൽ കടമ നിർവഹിക്കാൻ കഴിവില്ലാത്തവരെ എന്തിനാ കല്യാണം കഴിപ്പിക്കണേ? വല്ലാത്ത അവസ്ഥയാണ്. ഒത്തിരി കേസുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ പറയണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനത് തല്ലിപ്പടച്ചുള്ള കല്യാണം അപകടമാണ്. ഇതുപോലെ തന്നെ കുടുംബങ്ങളെക്കുറിച്ച് അറിയണം. എൻ്റെ ഒരു ബന്ധുവിൻ്റെ തന്നെ 2 കല്യാണം ഞാൻ അവസാന നിമിഷം തട്ടിക്കളഞ്ഞു. എന്നോട് പറഞ്ഞു, ചേട്ടാ എന്നെ കല്യാണം ഇങ്ങനെ നടത്താൻ പോവുകയാണ്, ഉറപ്പിക്കാൻ പോവുകയാണ്, ഉറപ്പിച്ചോട്ട്. ഞാൻ എൻ്റെ മോനെ ഉറപ്പിക്കല്ലേ, അതിന് മുമ്പ് അവൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാൻ പറഞ്ഞു. ഫോൺ നമ്പർ തന്നിട്ട് ഞാൻ തന്നെ നേരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വന്നു, കാര്യമായിട്ട് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് ഫയലുമായിട്ടാണ് വന്നേക്കണേ. ഞാൻ ദുബായി പോയിട്ടുണ്ട്, അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ ബോംബെ പോയിട്ടുണ്ട്, പിന്നെ കൊയിലാണ്ടി പോയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവൻ ഫയൽ എന്നെ കൊണ്ടുവന്ന് കാണിച്ച് ബോധ്യപ്പെടുത്താൻ വന്നേക്കുക. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി എന്നതാ, അവൻ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് എന്നെ കാണിക്കണേ. എനിക്ക് മനസ്സിലായത് ഇവന് സ്ഥിരതയില്ല എന്നാണ്. അവൻ ഒരു സ്ഥലത്തും സ്റ്റിക്ക് ഓൺ ചെയ്യാത്ത പാർട്ടിയാണ്. പിന്നെ എന്നതാണ്, ദുബായി പോയി 5 മാസത്തിനുള്ളിൽ അവർ തിരിച്ചു വിട്ടു. പിന്നെ ബോംബെ പോയി ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉടനെ തന്നെ വണ്ടി കയറി തിരിച്ചു പോന്നു. ഇപ്പോൾ പണിയെല്ലാം ഉണ്ടോടാ? ജോലിയുണ്ട് അച്ചു. പിന്നെ മാനേജരാണ്, ചോദിച്ചു പിടിച്ചു ഒരു ഐസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ മാനേജരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല തലങ്ങളുണ്ട്. വല്ലപ്പോഴും കുടിക്കോടാന്ന് ഞാൻ നേരത്തെ കുടിക്കുമായിരുന്നു വെച്ചോ, ഇപ്പോൾ തൊട്ടില്ല. ഈ കല്യാണാലോചന വന്നപ്പോൾ തൊടാതെ ഇങ്ങോട്ട് വന്നേക്കുകയെന്ന് മനസ്സിലായില്ലേ? അവൻ്റെ കണ്ണിലോട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പൂരം കുടിയനാ. ഞാൻ ചോദിച്ചു, കൂട്ടുകാർ നന്നായിട്ട് കുടിക്കുക വെച്ചു. ഇപ്പോൾ കുടിക്കണം, ഇപ്പോഴും അവർ കുടിക്കുന്നുണ്ട്, ഞാൻ തൊട്ടിട്ടില്ല. അപ്പോൾ കേമായില്ലേ?
കണ്ണിലോട്ട് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി പൂരം കള്ളുടിയനാണ്. ഞാൻ ആ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ കല്യാണം നടത്തുന്നത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ നടത്തിക്കോ, നിനക്കും ഇഷ്ടമാണ് വീട്ടുകാർക്കും ഇഷ്ടമാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നല്ല കുടിയനാ, ജോലി നിന്നോട് പറഞ്ഞ മാതിരിയുള്ള വലിയ ജോലിയൊന്നുമില്ല. അവൾ പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ കുടിയനാണെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും സഹോദരങ്ങൾ, ഈ പൂരം കുടിയന്മാരെ കൊണ്ട് നമ്മുടെ പിള്ളേരെ കല്യാണം കഴിപ്പിച്ച് അവരുടെ ജീവിതവും കൂടി നശിപ്പിക്കുകയല്ലേ. കുടി നിർത്തി 5 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ മതിയെന്നാണ് ഞാൻ പറയണേ. കുടിയും ബഹളവും ഉണ്ടെങ്കിൽ പിന്നെ നടത്തിയിട്ട് ഒരു കാര്യമില്ല, കുടുംബം നശിക്കും. അതുകൊണ്ടാണ് ഈ പറയണത്. അതുകൊണ്ട് കുടി ഉണ്ടാക്കുക, ഇതൊക്കെ മാറിയിട്ട് മതി. തല്ലിപ്പടച്ച് എന്തിനാണ് കല്യാണം കഴിക്കണേ? അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ജീവിതത്തിലൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ചില തലങ്ങളും കൂടെ വേറെ അടുത്ത കല്യാണം വന്നു കേട്ടോ. അടുത്ത കല്യാണം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, ഇപ്പം ചോദ്യമൊന്നുമില്ല, ഇതൊന്നുമില്ല, നിങ്ങൾക്ക് സ്വത്തും തോരുമുണ്ട്, കടവും തോരുമുണ്ട്, ഈ കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല. അത് ചോദിക്കാൻ പറ്റുമോ? ബന്ധു പിടിക്കണതല്ലേ. അടുത്ത കല്യാണം വന്നു. ആ കല്യാണം വന്നപ്പോഴും ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു. അവന് പിന്നെ കള്ളുകൂടിയൊന്നുമില്ല. ചോദിച്ചു പിടിച്ച് വന്നപ്പോഴാണ് 18 ലക്ഷം രൂപ കടമുണ്ട്, പലിശ കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കല്യാണം നടത്തുന്നത്. അവന് അപ്പന് 18 ലക്ഷം, ഇവന് 12 ലക്ഷം. കേമായി. മനസ്സിലായോ? കടക്കെണിയിലാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ കമ്പ്യൂട്ടറിൻ്റെ ഇപ്പം എന്നാ വലിയ മെച്ചമൊന്നുമില്ല? ഇല്ല അച്ചോ, പണിക്കാർ 2 പേരുണ്ട്, പക്ഷേ കൊടുക്കാൻ കാശില്ല. ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ കല്യാണം നടത്താൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ വർക്ക്ഷോപ്പും ഒക്കെ നടത്തിയിട്ട് കല്യാണം നടത്തുകയാണ്. അതിന് വേണ്ടിയിട്ട് തല്ലിപ്പടച്ച് നടക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയണത്, നിങ്ങളിഷ്ടമാണെങ്കിൽ കല്യാണം നടത്തി കാര്യങ്ങൾ അറിഞ്ഞിട്ട്. മനസ്സിലായി? ഇപ്പോൾ ഒരു മാനസിക രോഗി എപ്പിലെപ്സി ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ പറയും നീ കല്യാണം കഴിക്കാൻ നിനക്ക് ആ വീട്ടുകാരോട് പറയണം, എനിക്ക് എപ്പിലെപ്സി ഉണ്ട്, ഞാൻ ഇന്ന മരുന്ന് ഫീനോബാമിറ്റോൺ കഴിക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ വീട്ടുകാരോടും കൂടെ പറഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ മുടങ്ങിപ്പോയിന്ന് വരും. കാര്യങ്ങൾ പറഞ്ഞിട്ട് വിവാഹം നടത്തുക. ഇതുപോലെ ബലഹീനതകൾ ഉണ്ടാകുന്ന തലങ്ങൾ സൂക്ഷിച്ച് തലങ്ങൾ, അതിൽ നിന്ന് മോചനം കിട്ടണം. ഞാൻ പറയും കള്ളുകൂടിയും പെണ്ണുപിടുത്തവും ബ്ലൂ ഫിലിമും കഞ്ചാവും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ കല്യാണം നടത്താതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള തലങ്ങൾ. അതുപോലെ തന്നെ വിവാഹത്തിന് ഒരുക്കമായുള്ള കോഴ്സ് ഉണ്ടല്ലോ. ഞാൻ 10-18 വർഷം വിവാഹത്തിന് ഒരുക്കമായുള്ള പിള്ളേർക്ക് ക്ലാസ് എടുത്തിരുന്ന അച്ഛനാണ്. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഈ കല്യാണം കഴിക്കാൻ പോണ ചെറുക്കനും പെണ്ണും താമസിക്കുന്നത് സെപ്പറേറ്റ് ആണെങ്കിലും ചെറുക്കനും പെണ്ണും പോയിരുന്ന് വർത്തമാനമൊക്കെ പറയും. അപ്പോൾ കയ്യെ പിടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ലതാണ്. അത് എങ്ങനെയാണെന്ന് അറിയാലോ. സിസ്റ്റർ വന്നേച്ച് എന്നോട് പറഞ്ഞു, അച്ചോ ഒരു പെണ്ണ് ചെറുക്കൻ ഈ കല്യാണം കഴിക്കാൻ പോണ ചെറുക്കൻ്റെ അടുത്ത് പോണില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് ചെറുക്കനെ വിളിച്ചു. എൻ്റെ അച്ഛൻ അവളൊട്ടും സഹകരിക്കണില്ല, എന്നാ പറ്റുക, ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. പിന്നെ കല്യാണം ആലോചിച്ച് ഏകദേശം മനസ്സമ്മതവും കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അവളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൂന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നീടാ മനസ്സിലാവണത് അവൾക്ക് വേറൊരുത്തിനുമായിട്ട് അടുപ്പമാണ്. കിണിഞ്ഞില്ലേ? ഈ അടുപ്പമുള്ള ഇതുകൊണ്ടാണ് ഇവൻ്റെ അടുത്ത് പോകാൻ പറ്റാത്തത്. അപ്പോൾ ഒരടുപ്പം ഉണ്ടെങ്കിൽ പിന്നെ മറ്റേ അടുപ്പ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണോ ഈ ലവ് അഫെയർ പെട്ടവർ പെണ്ണിനോട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ പെണ്ണിനോട് അകലും. ഏത് പെണ്ണ്? അമ്മ പെണ്ണിനോട് ഭയങ്കര അകൽച്ചയാവും. അപ്പോൾ ഇത് സ്വാഭാവിക തലങ്ങളിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ക്രമീകരിക്കണം, അല്ലാതെ രക്ഷയില്ല. അവസാനം ഇങ്ങനെയുള്ള തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, അപ്പനും അമ്മയും നിർബന്ധിച്ച് വിവാഹത്തിനൊരുക്കമായിട്ടുള്ള കോഴ്സിന് വിട്ടതാണ്. നിർബന്ധിച്ചെന്തിനാ നീ തന്നെ, നിനക്ക് കിട്ടൂല്ലെങ്കിൽ നിനക്ക് വരില്ല എന്ന് പറയണം. ഈ ചെറുക്കനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ ക്രൈസ്തവ വിവാഹത്തിലൊക്കെ പോയി കാണണം. ഇങ്ങേറ്റം പെൺപിള്ളേർ പോലും ഞാൻ വീട്ടിൽ പോയി കാണണം എന്ന് ഞാൻ പറയും. എന്തിനും ചെറുക്കൻ്റെ താമസിക്കാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോയി കാണുന്നതിനെന്നാ കുഴപ്പം? അവരെ ബന്ധുമിത്രാദികളെ കാണുന്നതിനെന്നാ കുഴപ്പം? അങ്ങനെയുള്ള തരത്തിലേക്ക് വേണമെന്ന് ഞാൻ പറയും. അതാ നല്ലത്. കാര്യങ്ങൾ അന്വേഷിച്ച് സാമ്പത്തിക മേഖല അവസാനം കശപിശിയാകാതെ കൊണ്ട് സാമ്പത്തിക മേഖലകളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി
പരസ്പരം ചർച്ച ചെയ്ത് ഭാവിയെക്കുറിച്ച് ഇപ്പോൾ സാമ്പത്തിക വരുമാനം എത്രയുണ്ട്, ചെലവ് എത്രയുണ്ട്, പിന്നെ കടവ് എത്രയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യും. ഞാൻ പറയും, ഞാൻ വിവാഹത്തിനൊരുക്കമായുള്ള പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ മദ്യം കുടുംബത്തിൻ്റെ ശാപം എന്ന് പറയുന്ന ക്ലാസ്സാണ്. എന്നാൽ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു 5 മിനിറ്റ് സാമ്പത്തിക പ്ലാനിങ് കൂടെ പറയാറുണ്ട്. കാരണം അത് വലിയ ഉണ്ടാകാറുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് കടവ് തോറുണ്ട്, മിച്ചം തോറുണ്ടെന്ന് കാര്യങ്ങൾ അറിഞ്ഞ് പിക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ഒന്ന്. രണ്ടാമത് ഒരു പ്ലാനിങ് വേണം ഭാവിയിലേക്ക് കുറിച്ച്. രണ്ടുപേരുടെയും പിന്നെ മാനസിക അവസ്ഥകൾ, രോഗങ്ങളുണ്ടോ, ഏതെങ്കിലും മാനസിക രോഗങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സാമ്പത്തിക മേഖലകൾ, ഇതുപോലെ കുടുംബ ബന്ധങ്ങൾ, പിന്നെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ അറിഞ്ഞ് പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് സന്തോഷകരമായ തലമാണ്. ഇതുപോലെ തന്നെ പഴയ ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെറുക്കൻ പെണ്ണിനോടോ പെണ്ണ് ചെറുക്കനോടോ ചോദിക്കാൻ പാടില്ല. അത് ചോദിച്ചാൽ തകരും. ചില പിള്ളേർ ചെയ്യാറുണ്ട്. പിന്നെ എടി, എനിക്ക് 2 ലവ് അഫെയർ ഉണ്ടായിരുന്നു. ഒരു പെണ്ണുമായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. നിനക്ക് വല്ലവരും ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ചേട്ടാ. ഇല്ലായിരുന്നെങ്കിൽ പറ. ഇനി ഒരാളുമായിട്ട് സ്വല്പം അടുപ്പം ഉണ്ടായിരുന്നില്ലേ? അടുപ്പം അങ്ങനെ ഒരാളുമായിട്ട് ഇച്ചിരി പിന്നെ എന്നതാണ് അവനടുപ്പം കാണിച്ചു. എനിക്ക് വലിയ അടുപ്പം അല്ല. അവൻ അടുപ്പം കാണിച്ചു എന്ന് പറഞ്ഞാൽ അടുത്തിരുന്നിട്ടുണ്ടോ? തൊട്ടിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അത് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവളത് അടിയായി, ഇടിയായി, തൊഴിയായി, ബഹളമായി. എന്തിനീ വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കണേ? പഴയ കല്യാണം കഴിക്കുന്നവരെ ഇനി എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിലോ കുമ്പസാരത്തിലോ ഒക്കെ ഏറ്റു പറയുക. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ഇതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാം. പഠിത്തം എന്തോരമുണ്ട്, എവിടെയാണ് പഠിച്ചത്, പിന്നെ അങ്ങനെയുള്ള കാര്യം. വികലമായ തലങ്ങളിലേക്ക് ഏതെങ്കിലും ഇപ്പോൾ കാരണം എല്ലാത്തിനും ലവ് അഫെയറും കുന്തവും കൊടുച്ചക്കറുമാണ്. അതുമായിട്ട് ചെന്നിട്ട് ആദ്യ രാത്രി തന്നെ അടിയുണ്ടാക്കി പിരിഞ്ഞ കേസുകൾ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത്. ഒരു കാരണവശാലും പറയണ്ട. മനസ്സിലായോ? ആ കാര്യങ്ങളൊന്നും ചോദിക്കുകയും പറയുകയും വേണ്ട. ആ ഒരു തരത്തിലേക്ക് വരണം. അപ്പോൾ വിവാഹത്തിൻ്റെ തരത്തിൽ നമ്മൾ ഒരുങ്ങണം. അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങളുണ്ടാകണം. പിന്നെ ഒരു പ്ലാനിങ് വേണം, സാമ്പത്തികമായ പ്ലാനിങ്. പിന്നെ കുടുംബ ബന്ധങ്ങൾ ഒത്തുപോകാൻ പറ്റുന്നതാണോ എന്ന് പറയണം, ചിന്തിക്കണം. ഇങ്ങനെയൊരു വ്യക്തമായൊരു പ്ലാനും പദ്ധതിയോടും കൂടിയാണ് വിവാഹം നടത്തേണ്ടത്. അതിന് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വികലമായ തലങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ചാനലുകൾ പിന്നെ സ്നേഹം വീഡിയോ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, സ്നേഹം വീഡിയോ ഫാദർ ജോർജ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഞാനിട്ട ഈ വീഡിയോസ് എല്ലാം കാണാനായിട്ട് സാധിക്കും. സന്തോഷപൂർണമായൊരു കുടുംബജീവിതം, നല്ലൊരു വിവാഹ ജീവിതം ആശംസിച്ചുകൊണ്ട് നമ്മൾ വിവാഹം കഴിക്കുന്നവരും കഴിപ്പിക്കുന്നവരും ജീവിതത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയോടെ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.